പ്രിയ ശ്രോതാക്കളെ, ദി സ്റ്റോറി ഓഫ് ദി സെയിൻസിന്റെ 255 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ബെർണാഡിന് ശേഷം ഈ ആഴ്ച വിശുദ്ധ പിയൂസ് 10 പാപ്പയെക്കുറിച്ചാണ്. 1835 ജൂൺ 2 വെനീഷ്യയിലെ റീസ് എന്ന ഗ്രാമത്തിൽ വളരെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിലാണ് ജോസഫ് സാർത്തോ എന്ന വിശുദ്ധ പിയൂസ് 10 ജനിച്ചത്. തിരുസഭയുടെ മുഖ്യ അജപാലകൻ എന്ന നിലയിൽ സ്വയം ത്യാഗത്തിന്റെ മാതൃകയും അതിയായ ഉത്സാഹവും വിശുദ്ധൻ പ്രകടമാക്കി. ക്രിസ്തീയ പ്രമാണങ്ങളുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിൽ അതീവ തൽപരനായിരുന്നു വിശുദ്ധൻ. തിരുസഭയുടെ പ്രാർത്ഥനയും ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഇളക്കം തട്ടാത്ത അടിസ്ഥാനവും എന്ന നിലയിൽ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെ നല്ലവിധം മനസ്സിലാക്കിയിരുന്ന വിശുദ്ധൻ തിരുസഭയുടെ ആരാധനാ രീതികളിൽ ഒരു നവീകരണം കൊണ്ടുവരാനായി ശ്രമിച്ചു. ദിവ്യകാരുണ്യ സ്വീകരണത്തിന്റെ പ്രാധാന്യം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളിലും അദ്ദേഹം ഏർപ്പെട്ടിരുന്നു. തന്റെ 23-ാമത്തെ വയസ്സിൽ പൗരോഹിത്യം സ്വീകരിച്ച ജോസഫ് സാർത്തോ 17 വർഷങ്ങളോളം ഒരു ഇടവക വികാരിയായി മാണ്ടുവായിലെ മെത്രാനായും സേവനമനുഷ്ഠിച്ചതിനു ശേഷം 1892 വെനീസ് മെട്രോപൊളിറ്റൻ സഭയുടെ പാത്രിയാർക്കീസായി നിയമിതനായി. തന്നെ ഏൽപ്പിച്ച പദവികളിൽ വിശുദ്ധൻ പ്രകടമാക്കിയ ബുദ്ധികൂർമ്മത, കഠിന പ്രയത്നം, അതിയായ ഭക്തി തുടങ്ങിയവ മൂലം 1903 ഓഗസ്റ്റ് 4 പാപ്പയായി തെരഞ്ഞെടുക്കപ്പെടുകയും പിയൂസ് 10 എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു. എല്ലാം ക്രിസ്തുവിൽ നവീകരിക്കുക എന്നതാണ് തന്റെ പ്രഥമ ലക്ഷ്യമെന്ന് 10 പിയൂസ് പാപ്പ തന്റെ ചാക്രിക ലേഖനത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. ദേവാലയ സംഗീതങ്ങളിലെ നവീകരണം, അനുദിന ബൈബിൾ വായന, നിരവധി സഭാസ്ഥാപനങ്ങളുടെ ആരംഭം, സഭാസ്ഥാപനങ്ങളുടെ പരിഷ്കാരം, സഭാ നിയമങ്ങളുടെ ഏകീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇവയെല്ലാം വിശുദ്ധന്റെ ലക്ഷ്യത്തിലേക്കുള്ള ചില നടപടികളായിരുന്നു. അദ്ദേഹം വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിൽ അവരോധിതനായ 11-ാം വാർഷിക ദിനത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ഒന്നാം ലോക മഹായുദ്ധമാണ് വിശുദ്ധനെ മരണത്തിലേക്ക് നയിച്ച ആഘാതങ്ങളിലൊന്ന്. യുദ്ധം ആരംഭിച്ച ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ശ്വാസനാളത്തെ ബാധിക്കുന്ന ബ്രോങ്കൈറ്റിസിന് അടിമയായ വിശുദ്ധൻ 1914 ഓഗസ്റ്റ് 20 കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു. തന്റെ വിൽപത്രത്തിൽ വിശുദ്ധൻ ഇപ്രകാരം കുറിക്കുകയുണ്ടായി: ഞാനൊരു പാവപ്പെട്ടവനായിട്ടാണ് ജനിച്ചത്, ഒരു പാവപ്പെട്ടവനായി ജീവിച്ചു, ഒരു പാവപ്പെട്ടവനായി മരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഈ വാക്കുകളിലെ സത്യത്തെ ഇതുവരെ ആരും നിഷേധിച്ചിട്ടുമില്ല. അദ്ദേഹത്തിന്റെ ദിവ്യത്വവും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള കഴിവും അതിനോടകം തന്നെ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. 1954 മെയ് 29 10 പിയൂസ് പാപ്പയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നത്. 1672 പിയൂസ് 5 ശേഷം വിശുദ്ധനാക്കപ്പെടുന്ന പാപ്പയാണ് പിയൂസ് 10. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നത് നമ്മുടെ തീരുമാനത്തിനോ ഇഷ്ടത്തിനോ അനുസരിച്ചല്ല. മരിക്കുന്നതും നമ്മുടെ ഇഷ്ടത്തിനോ തീരുമാനത്തിനോ അനുസരിച്ചല്ല. എന്നാൽ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ചെറിയ ജീവിതം മാത്രമാണ് നമ്മുടെ ഇഷ്ടത്തിനും തീരുമാനത്തിനും ജീവിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് വിജയകരമായ ഒരു ജീവിതത്തിനു വേണ്ടി നല്ല തീരുമാനങ്ങൾ എപ്പോഴും എടുക്കാൻ ശ്രദ്ധിക്കുക. ഏവർക്കും നന്ദി.